താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ തുടങ്ങിയതാണ് അമ്മയും മോളും തമ്മിലുള്ള ബഹളം. ഇപ്പോൾ നഴ്സറിയിൽ പോകാമെന്ന് പറഞ്ഞാൽ പെണ്ണിന് വല്ലാത്ത മടിയാണ്. മുമ്പ് ദേവി ഉള്ളതുകൊണ്ട് കൃത്യമായി പോകുമായിരുന്നു. ഇപ്പോൾ ദേവി വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളും പോവില്ല. ദേവി പിന്നെ നിർബന്ധിച്ചു പറഞ്ഞു വിടാറില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകട്ടെ, ഇല്ലെങ്കിൽ കുഞ്ഞിനെ ദേവി നോക്കിക്കൊള്ളാം എന്ന മട്ടാണ്. ഇങ്ങനെ ദിവസവും എണ്ണയിട്ട് ഒഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മേ. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒരു എക്സ്റേ എടുത്തു നോക്കാം. എല്ലിന് തേയ്മാനമോ മറ്റും ഉണ്ടെങ്കിലോ? ദേവി അമ്മയുടെ കാലിൽ എണ്ണയിട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു. എന്തിനാ മോളെ? വേണ്ട, ഇത് പണ്ട് മുതലേ ഉള്ളതാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മളെല്ലാം നിസ്സാരമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് കുഴപ്പം. കുട്ടേട്ടനോട് പറഞ്ഞ് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. എന്തെന്നാണ് അറിഞ്ഞാൽ ഒരു മനസമാധാനം ഉണ്ടാവുമല്ലോ. ശരി, ഇനി ഞാനായി അതിന് എതിർപ്പ് പറയുന്നില്ല. നാളെ എന്തായാലും രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ദേവി എണ്ണക്കുപ്പിയുടെ അടപ്പടച്ച് അമ്മയുടെ അടുത്ത് വെച്ച് എഴുന്നേറ്റ് പോയി കൈ കഴുകി വന്നു. അമ്മയ്ക്കിനി എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഒന്ന് കിടക്കണം, അല്ലാതെ വേറെ അത്യാവശ്യം ഒന്നുമില്ല. എന്നാൽ അമ്മ കിടന്നോ, ഞാൻ മോക്ക് ആഹാരം കൊടുക്കട്ടെ. ദേവി അമ്മയുടെ മുറിയുടെ വാതിൽ പതിയെ ചാരി വെച്ച് പുറത്തേക്കിറങ്ങി. മാതുമോൾ ഉറങ്ങി എഴുന്നേറ്റു. ദേവി അവൾക്ക് പാല് കൊടുത്തു. പാല് കുടിച്ചു കഴിഞ്ഞതും പെണ്ണ് ദേവിയുടെ മടിയിൽ നിന്നും ചാടി ഇറങ്ങി. കളിപ്പാട്ടങ്ങളൊക്കെ വാരി നിലത്തിട്ടാൻ തുടങ്ങി. പിന്നെ അമ്മയും മോളും കൂടി അരമണിക്കൂറിലേറെ കളിയായിരുന്നു. അതിനുശേഷം ദേവി മോളെ കുളിപ്പിച്ചു. ഡ്രസ്സ് മാറ്റി കണ്ണെഴുതി പൊട്ടിട്ടു. മുടി ചീകി വെച്ചു. അമ്മയുടെ പൊന്ന് സുന്ദരിയായി. കുഞ്ഞിൻ്റെ ചുണ്ടിൽ മുത്തി. അമ്മ. ദേവിയുടെ കവിളിൽ രണ്ടും അവളുടെ ഉമിനീര് കൊണ്ട് നനച്ചു മാതുമോള്. ദേവി കുഞ്ഞിനെയും എടുത്ത് കിച്ചണിലേക്ക് പോയി അവൾക്ക് കഴിക്കാൻ ചോറെടുത്തു. അത് കഴിപ്പിക്കാനുള്ളതാണ് അടുത്ത ബഹളം. ഒരു വിധത്തിൽ പിടിച്ചിരുത്തി വായിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും പെണ്ണ് അപ്പുറം വഴി ഓടിക്കളയും. ദേവി അവളുടെ പിന്നാലെ ഓടും. പകുതിയും പെണ്ണ് തുപ്പിക്കളയും. എങ്കിലും ദേവി അവളെ നിർബന്ധിച്ച് ഊട്ടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് എപ്പോഴോ ആലോചന കാട് കയറി. അമ്പൂട്ടനെ ഇതേപോലെ ഊട്ടാനുള്ള ഭാഗ്യം ഈശ്വരൻ കൊടുത്തില്ല. ആ ഓർമ്മയിൽ കണ്ണ് നിറഞ്ഞു. പെട്ടെന്നാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. വേഗം അവൾക്ക് പിന്നാലെ ഓടുമ്പോൾ അമ്മയുടെ മുറിയിൽ ഒച്ചയും ബഹളവും കേട്ടു. ഡോറ് തുറന്ന് കയറുമ്പോൾ കണ്ടത് അമ്മയുടെ കാലിലിടാനുള്ള എണ്ണയെടുത്ത് നിലത്തൊഴിച്ച് ഓടുന്ന പെണ്ണിനെയാണ്. ദേവി പത്രം സ്റ്റാൻഡിൽ വെച്ച് കുഞ്ഞിൻ്റെ പിന്നാലെ പോയതും എണ്ണയിൽ കാൽവഴുതി അവൾ നിലത്തേക്ക് വീണു. അമ്മേ! നിലവിളിയായിരുന്നു. ഗുളിക കഴിച്ച ക്ഷീണത്തിലായിരുന്ന മഹേശ്വരി അമ്മ ഇതൊന്നും അറിഞ്ഞില്ല. ദേവിയുടെ നിലവിളി കേട്ടാണ് അവർ ഉണർന്നത്. അയ്യോ മോളെ, എന്താ പറ്റിയത്? നിലത്ത് വീണ് കിടക്കുന്ന ദേവിയെ നോക്കി. ഉച്ചത്തിലുള്ള നിലവിളിക്കിടയിലും അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സൂക്ഷിക്കണം അമ്മ, നിലത്ത് എണ്ണയാണ്. അവർ ശ്രദ്ധയോടുകൂടി ദേവിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഈ പെണ്ണിൻ്റെ കുറുമ്പ് കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആരെയാ ഒന്ന് വിളിക്കുക? അമ്മ ആദ്യം മോളെ ഒന്ന് എടുക്കുമോ? അല്ലെങ്കിൽ അവൾ എണ്ണയിൽ വഴുക്കി എവിടെയെങ്കിലും വീഴും. മഹേശ്വരി അമ്മ ശ്രദ്ധയോടുകൂടി റൂമിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോഴേക്കും അടുത്ത ആക്രമണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മാതുമോള്. അവർ വേഗം ചെന്ന് മാതുമോളെ വാരിയെടുത്തു. TV സ്റ്റാൻഡിലിരുന്ന മൊബൈൽ തപ്പിയെടുത്ത് ജയൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ അമ്മയെ വിളിച്ചത്? കുട്ടാ, നീ എവിടെയാ? എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം. ദേവിമോള് വീണു. വീണെന്നോ? എവിടെ? അമ്മ ഒന്ന് തെളിച്ച് പറ. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അവൾക്ക് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ വയ്യ. നീ ഒന്ന് വേഗം വന്നേ. അവർ വേഗം ദേവിയുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ ബെഡിലിരുത്തിയിട്ട് ദേവിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കയ്യിൽ പിടിച്ചുയർത്താൻ നോക്കിയപ്പോൾ അവൾ വേദനയോടെ നിലവിളിച്ചു. കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മഹേശ്വരി അമ്മയ്ക്ക് മനസ്സിലായി. പിന്നീട് അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. അമ്മയുടെ ഫോൺ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയൻ കാറിൽ പറക്കുകയായിരുന്നു. അമ്മയുടെ മുറിയിൽ നിന്ന് ബഹളം കേട്ട് വേഗം അവിടേക്ക് ചെന്ന് നിലത്ത് കിടക്കുന്ന ദേവിയെയാണ് കണ്ടത്. ഡ്രസ്സിൻ്റെ ഏകദേശം എണ്ണയുമുണ്ട്. ജയൻ ഒരു വിധത്തിൽ അവളെ എഴുന്നേൽപ്പിച്ചു. റൂമിൽ നിന്നും പുറത്തേക്കിറക്കി സെറ്റിയിൽ കിടത്തി. എന്താ അമ്മേ, എന്താ പറ്റിയത്? എടാ, മാതുമോൾ എൻ്റെ കാലിലിടുന്ന കുഴമ്പെടുത്ത് നിലത്തൊഴിച്ചു. ദേവി അത് കാണാതെ റൂമിൽ വന്ന് കയറിയപ്പോൾ അവൾ വീണു. ഞാൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ അവൾ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. നീ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ജയൻ വേഗം ദേവിയെ എടുത്ത് കാറിൽ കയറ്റി. പിന്നാലെ മഹേശ്വരി അമ്മ കുഞ്ഞിനെയും കൊണ്ട് കയറി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ദേവി വേദന കൊണ്ട് കരയുകയായിരുന്നു. അത് കണ്ടപ്പോൾ ജയനും മഹേശ്വരി അമ്മയ്ക്കും ടെൻഷനായി.
കാഷ്വാലിറ്റിയിലെത്തിയപ്പോൾ തന്നെ എക്സ്റേ എടുപ്പിച്ചു. വലത് കൈയിൽ പൊട്ടലുണ്ട്, ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ സർജറിക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ദേവിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ ജയൻ ഫോൺ എടുത്ത് സിദ്ധുവിനെയും ഹരിയെയും വിളിച്ച് വിവരം പറഞ്ഞു. ജയൻ ആകെ വെപ്രാളമായി. എല്ലാവരോടും ഇനി എന്ത് പറയും? എല്ലാവരും ഇനി കുഞ്ഞിനെ കുറ്റപ്പെടുത്തില്ലേ എന്നായിരുന്നു അവൻ്റെ ചിന്ത. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ സിദ്ധുവിന് അവൻ്റെ അവസ്ഥ മനസ്സിലായി. എന്തിനാ ജയ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ ആരും ഒന്നും വിചാരിക്കില്ല, അവളുടെ മോളല്ലേ. നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നറിഞ്ഞാൽ തന്നെ നിന്നോടാവും അവളുടെ ദേഷ്യം മുഴുവനും. പെട്ടെന്ന് തന്നെ ഹരിയും എത്തി. ഹരിയും സിദ്ധുവും കൂടിയാണ് ജയനെ സമാധാനപ്പെടുത്തിയത്. മാലതിക്ക് അറിഞ്ഞപ്പോൾ തന്നെ വെപ്രാളമായി. എന്നാൽ അമ്മായിയോട് പറയേണ്ടെന്ന് സിദ്ധു പ്രത്യേകം പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ദേവിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. സർജറി കഴിഞ്ഞ് ദേവിയെ ICUവിലേക്ക് മാറ്റി. വലത് കൈയിലെ തോൾ ഭാഗത്തായിരുന്നു പൊട്ടൽ. അതുകൊണ്ട് തന്നെയാണ് സർജറിയിലേക്ക് പോയത്. അനസ്തേഷ്യയുടെ മയക്കത്തിലാണെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു ഡോക്ടർ. ജയൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി. സിദ്ധുവിനോ ഹരിക്കോ കയറി കാണണമെങ്കിലോ എന്നാണ് അവൻ കരുതിയത്. ജയേട്ടൻ ആരെയാ ഈ നോക്കുന്നത്? ജയേട്ടന് തന്നെ അധികാരം. ജയേട്ടൻ കയറി കണ്ടിട്ട് ഞങ്ങളോട് വിശേഷം പറഞ്ഞാൽ മതി. ഹരി ജയൻ്റെ തോളിൽ തട്ടി. അത്രയും പറഞ്ഞപ്പോൾ സമാധാനത്തോടെ സിദ്ധുവിനെ ഒന്ന് നോക്കിയിട്ട് ജയൻ മോളെയും എടുത്ത് ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. മറച്ചിട്ട കർട്ടൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് കയറുമ്പോൾ കണ്ടു മയങ്ങി കിടക്കുന്ന പെണ്ണിനെ. ജയന് പെട്ടെന്ന് വിഷമം തോന്നി. തൻ്റെ കൂടെ വന്നിട്ടും അവൾക്ക് വേദന മാത്രമേ ഉള്ളൂ എന്ന്. മാതുമോള് ജയൻ്റെ കയ്യിലിരുന്ന് ദേവിയുടെ നേർക്ക് ചാടി. മാ, അച്ഛാ. ജയൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് കടിക്കാനും പിച്ചാനും തുടങ്ങി. ജയൻ മോളെ പതിയെ ദേവിയുടെ മുഖത്തേക്ക് താഴ്ത്തി. മോള് ദേവിയുടെ മുഖത്ത് ഉമ്മ വെച്ചു. ദേവി ഒന്നും അറിയാതെ സുഖനിദ്രയിലാണ്. സെഡേഷൻ്റെ മയക്കത്തിലാണ്. ഇന്ന് എന്തായാലും ഒബ്സർവേഷനിൽ കഴിയട്ടെ. രാത്രിയിൽ പെയിൻ കാണും. നാളെ എന്തായാലും വാർഡിലേക്ക് മാറ്റാം, നഴ്സ് പറഞ്ഞു. ജയൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അവൻ്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത് കണ്ട് സിദ്ധുവും ഹരിയും അടുത്തേക്ക് വന്നു. എന്താടാ, എന്തു പറ്റി? സിദ്ധുവാണ് ചോദിച്ചത്. സെഡേഷൻ്റെ മയക്കത്തിലാണ്, അത് കഴിയുമ്പോൾ പെയിൻ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ഒബ്സർവേഷനിൽ കഴിയട്ടെ എന്ന്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്കും കുഞ്ഞിനും അമ്മയ്ക്കും തങ്ങാൻ വേണ്ടി നമുക്കൊരു റൂം എടുക്കാം. ജയൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് ദേഷ്യം വന്നു. നോക്ക് ഹരി, ഇവനിട്ടൊരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. എടാ, ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഓടുന്നതും വീഴുന്നതും ഒക്കെ. അതിന് നീ ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരുന്നാൽ അവളുടെ വേദന മാറുമോ? സിദ്ധുവിൻ്റെ ഒച്ച ഉയർന്നപ്പോൾ മാതുമോള് പേടിച്ചു. ചിത്തു, അച്ഛ വക്ക് പയ്യല്ലേ? ഇല്ലടാ കണ്ണ, അച്ഛനെ ചിത്തു വഴക്ക് പറയില്ല കേട്ടോ. ഇനി ഇതുപോലെ വല്ലതും പറഞ്ഞാൽ നമുക്ക് താഴെ അടിച്ചു പൊട്ടിക്കാം. അത് കേട്ടപ്പോൾ സിദ്ധു പറഞ്ഞതെന്തോ തമാശയാണെന്ന് കരുതി കുഞ്ഞു പെണ്ണ് വാവൊളിച്ച് ചിരിച്ചു. സിദ്ധു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ റിസപ്ഷനിൽ പോയി റൂമിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഏകദേശം രാത്രിയോടടുത്തപ്പോൾ ജയൻ തന്നെയാണ് ഹരിയെയും സിദ്ധുവിനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഭവാനി അമ്മയോടും ദേവിയോടും അമ്മയോട് തൽക്കാലം പറയണ്ടെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് അവരെയൊക്കെ അറിയിച്ചാൽ മതിയെന്ന്. 3 പേരും കൂടി തന്നെയാണ് തീരുമാനമെടുത്തത്. എടാ, അവളെ റൂമിലേക്ക് മാറ്റുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? സിദ്ധുവിൻ്റെ സംശയം അതായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്നാൽ ശരി, രാവിലെ ഓഫീസിൽ പോവാൻ നേരത്ത് ഞാനിങ്ങോട്ട് ഇറങ്ങാം. രാവിലെ 7 മണിയോടുകൂടി ദേവിയെ റൂമിലേക്ക് മാറ്റി. ഇതിനിടയിൽ സിദ്ധു വീട്ടിൽ പോയി ദേവിക്കും സിദ്ധുവിനുമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ദേവിയെ കാണാഞ്ഞ് മോള് രാത്രിയിൽ നല്ല ബഹളമുണ്ടാക്കി. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ആണ് അവളൊന്ന് ഉറങ്ങിയത്. ദേവിയെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ മോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ബെഡിലേക്ക് എടുത്ത് കിടത്താൻ നേരം അറ്റൻഡർമാരെ കൊണ്ട് ജയൻ ദേവിയെ എടുക്കാൻ അനുവദിച്ചില്ല. അവൻ തന്നെ അവളെ പതിയെ താങ്ങിയെടുത്ത് ബെഡിൽ കിടത്തി. ഏന്തി വലിഞ്ഞു മാതുമോളെയാണ് നോക്കുന്നത്. അത് കണ്ടപ്പോൾ ജയന് ദേഷ്യം വന്നു. കുരുപ്പ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണിക്കുന്ന വേല കണ്ടില്ലേ? രാവിലെ അമ്മയെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അമ്മയുടെ മെഡിസിനൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ കഴിച്ച് നന്നായി ഉറങ്ങി എഴുന്നേറ്റ് സമാധാനത്തിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയാണ് പറഞ്ഞത്, അടുത്ത വീട്ടിലെ സുധചേച്ചിയെ വിളിച്ച് 2-3 ദിവസം നിർത്താം. ഹോസ്പിറ്റലിലേക്കുള്ള ഭക്ഷണവും അമ്മ കൊണ്ടുവരാമെന്ന്. ദേവിയെ ഹോസ്പിറ്റലിലെ ഡ്രസ്സാണ് ധരിപ്പിച്ചിരിക്കുന്നത്. റൗണ്ട്സിന് ഡോക്ടർ വന്നപ്പോൾ ആ വേഷമൊക്കെ മാറ്റി ഫ്രഷ് ആവണമെന്ന്. അത് കേട്ടപ്പോൾ ദേവി ദയനീയമായി ജയനെ നോക്കി. ഡോക്ടർ പൊയ്ക്കഴിഞ്ഞപ്പോൾ കൂടെ നിന്ന സിസ്റ്ററിനോട് ജയൻ പതിയെ കാര്യം തിരക്കി. സിസ്റ്റർ, ഇയാളെ ഒന്ന് ഫ്രഷ് ആവാൻ സഹായിക്കാമോ?
ചോദ്യം കേട്ടപ്പോൾ സിസ്റ്റർ ദേവിയെയും ജയനെയും മാറി മാറി നോക്കി. എടോ, ഈ കിടക്കുന്നത് തൻ്റെ ഭാര്യയാണ്, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. ഇത്രയും നാൾ വച്ചും വിളമ്പിയും തന്നെ നോക്കിയവൾ ഒന്ന് വീണുപോയപ്പോൾ തനിക്ക് നോക്കാൻ വയ്യാതെ ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നു. താനൊക്കെ കൊള്ളാമല്ലോ. സിസ്റ്ററിൻ്റെ പറച്ചിലും കൂടി കേട്ടപ്പോൾ ജയനും ദേവിയുടെയും സകല കിളികളും പറന്നുപോയി. ഒരു കണക്കിന് സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഹോം നേഴ്സിനെ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാകുമെന്ന് ജയൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ പറഞ്ഞതാ. സിദ്ധുവിനോട് ഞാൻ പറഞ്ഞ് രമ്യയെ തൻ്റെ സഹായത്തിന് നിർത്തട്ടെ. ജയൻ ദേവിയോട് ചോദിച്ചു. നമ്മൾ കാരണം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. കുഴപ്പമില്ല, ഞാൻ തന്നെ പതിയെ എല്ലാം ചെയ്തുകൊള്ളാം. ദേവി അങ്ങനെ പറഞ്ഞെങ്കിലും ജയൻ ഒരു സമാധാനവുമില്ലായിരുന്നു. വൈകുന്നേരമേ ഇനി അമ്മ വരികയുള്ളൂ. അതിനു മുമ്പ് തനിക്ക് ഫ്രഷാകണമെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് വരുത്തട്ടെ. ജയൻ അവളെ ഒറ്റയ്ക്ക് വിടാനുള്ള ഭാവമില്ലായിരുന്നു. ഇനിയും വല്ല വീഴ്ചയോ മറ്റു സംഭവിക്കുമെങ്കിലോ എന്ന ഭയം. വേണ്ട, അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട. ജയേട്ടൻ ചെറുതായി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എനിക്കുണ്ടാകാനായി ജയേട്ടൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ? ജയൻ ഉണ്ടെന്ന് തലയാട്ടി. അതിൽ നിന്ന് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ഒരു നൈറ്റി എടുക്കാമോ? ഒരു അണ്ടർസ്കേർട്ടും. ജയൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും അവൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഹോസ്പിറ്റലിലെ പാൻറ്റും ഷർട്ടുമായിരുന്നു ദേവിയുടെ വേഷം. അവൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ജയൻ പതിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. മുടി നയനയാതിരിക്കാനായി മുകളിലേക്ക് അവൾ പറഞ്ഞു കൊടുത്തതുപോലെ ക്ലിപ്പ് ചെയ്തു വെച്ചു. മുറിയിൽ നിന്നും ഒരു സ്റ്റൂളെടുത്ത് കുളിമുറിയിൽ വെച്ച് വെള്ളവും പിടിച്ചു. താൻ ഡോർ ലോക്ക് ചെയ്യേണ്ട, ഞാൻ പുറത്ത് തന്നെ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവളെ സ്റ്റൂളിൽ ഇരുത്തിയിട്ട് ജയൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ദേവി ഇട്ടിരുന്ന ഷർട്ട് പതിയെ അഴിച്ചു മാറ്റി. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ മേല് കഴുകി. അണ്ടർസ്കർട്ട് വല്ല വിധേനയും വലിച്ചു കയറ്റി കെട്ടിവെക്കാൻ നോക്കുമ്പോഴേക്കും അത് പറ്റുന്നില്ല. ഒരു വിധത്തിൽ കൊളുത്തി വെച്ച് നൈറ്റി ഇടുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഇഷ്ടമാകുന്നവർ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും സബ്സ്ക്രൈബ് ചെയ്യണേ.